പക്ഷേ ജയസൂര്യൻ, ഇത് NDA എന്ന് നോക്കിയാൽ 290 മുതൽ 295 സീറ്റ് എന്നൊക്കെ കാണാം. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ കേവല ഭൂരിപക്ഷത്തോടെ 14 അല്ലെങ്കിൽ 19 നിലയുറപ്പിച്ച പാർട്ടി, ഒപ്പം ഘടകകക്ഷി ഉള്ളപ്പോൾ തന്നെ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടിയ BJPക്ക് ഇത്തവണ ആ കേവല ഭൂരിപക്ഷമില്ല, ആ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താനുമാവില്ല എന്ന സാഹചര്യം നിൽക്കുന്നു. മാത്രവുമല്ല, അതാകട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ BJP നയിച്ച പ്രധാനമന്ത്രിയുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പരാജയമായി തന്നെ വളരെ നിസ്സംശയം കാണാവുന്നതാണ്. അതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിനില്ലേ? അദ്ദേഹത്തിൻ്റെ തന്നെ വാരാണസിയിലെ തോൽവിക്ക് സമാനമായ ജയത്തിൽ അത് പ്രകടമാണ് താനും. ഏറ്റവും വലിയ സംസ്ഥാനം ഉത്തർപ്രദേശിലെ നോക്കൂ, ഏറ്റവും വലിയ സംസ്ഥാനം BJP എത്രയധികം കയ്യാളിയ ആ സംസ്ഥാനം പൂർണ്ണമായും നിങ്ങളുടെ ഭരണത്തെ തിരസ്കരിക്കുന്നു, വളരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. എങ്ങനെയാണ് ഇനിയൊരു മുന്നണി സംവിധാനത്തിലൂടെ അധികാരത്തിലേക്ക് വന്നാലും നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ കഴിയുക, ആ സർക്കാരിനെ നയിക്കാൻ കഴിയുക? ധാർമ്മികമായി അതിനുള്ള അവകാശം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇതുവരെ 5 BJP നേതൃത്വം കൊടുക്കുന്ന 5 മന്ത്രിസഭകൾ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അതിൽ 2 തവണ, ഈ കഴിഞ്ഞ 2 തവണയാണ് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും മുന്നണി സംവിധാനം എന്നുള്ള നിലയിൽ, ദേശീയ ജനാധിപത്യ സഖ്യം എന്നുള്ള നിലയിലാണ് മത്സരിച്ചതും ഭരിച്ചതും. അപ്പോൾ ഇത് 6ാമത്തെ മന്ത്രിസഭയാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൾ വെച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു മുന്നണി എന്നുള്ള നിലയിൽ ദേശീയ ജനാധിപത്യ സഖ്യം രൂപീകരിച്ചതും ഒരു മുന്നണി എന്നുള്ള നിലയിൽ മത്സരിക്കാനും ഭരിക്കാനും തന്നെയാണ്. അപ്പോൾ 2 തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി എങ്കിൽ മുന്നണി വേണ്ടാന്ന് വെച്ചില്ല. അപ്പോഴും മുന്നണി തന്നെയായിരുന്നു ഭരിച്ചത്. മുന്നണിയിൽ എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് ഭരിച്ചത്. ഇത്തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്നുള്ളതല്ലാതെ മുന്നണിക്ക് വ്യക്തമായ മാൻഡേറ്റ് ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നരേന്ദ്രമോദി തന്നെയാണ് നയിച്ചത്. നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. എന്നാലും നരേന്ദ്രമോദി തുടർന്നും ഈ രാജ്യം ഭരിക്കണം എന്നും ഈ മുന്നണി രാജ്യം ഭരിക്കണം എന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണല്ലോ വളരെ വ്യക്തമായിട്ടുള്ള BJP ഒറ്റയ്ക്ക് ഭരിക്കേണ്ട എന്ന് പറയുന്ന ആ ഒരു സ്വരം മെസ്സേജ് ജയസൂര്യൻ പാർട്ടി കാണുന്നുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കേണ്ട, നിങ്ങളെ അങ്ങനെ ഒറ്റയ്ക്ക് ഭരിക്കാൻ വിടാൻ കൊള്ളില്ല, ആ ഏകകക്ഷി ഭരണം ഏകാധിപത്യ ഭരണമാണ് എന്ന ഒരു ചുവരെഴുത്ത്, കാലത്തിൻ്റെ ചുവരെഴുത്ത്, വോട്ടർമാരുടെ മനസ്സ്, ആ വിമർശനം അത് ഏറ്റെടുക്കാൻ ഉൾക്കൊള്ളാൻ BJP തയ്യാറാണോ? BJP ജനങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ജനാധിപത്യ പാർട്ടിയായിട്ട് വന്നതും. നമ്മൾ ഓർക്കണം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ത്യ ചരിത്രത്തിലെ മറ്റൊരു റെക്കോർഡാണ് ഒരു പ്രധാനമന്ത്രി തുടർച്ചയായി 3 തവണ അധികാരത്തിലേക്ക് വരിക എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ ചരിത്രത്തിൽ നെഹ്റുവിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ, അതിനുശേഷം സാധിച്ചിട്ടില്ല. അതാണിപ്പം നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത്. അപ്പോൾ അതും ഈ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിച്ച ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ രാഷ്ട്രീയ രംഗത്ത് വരുന്ന എല്ലാ ഏറ്റക്കുറച്ചിലുകളും എല്ലാ നീക്കങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണോ ഉൾക്കൊള്ളേണ്ടത് അത് ഉൾക്കൊള്ളുകയും ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ BJP ബാധ്യസ്ഥമാണ്. BJP അത് ചെയ്യുകയും ചെയ്യും. മുന്നണി എന്നുള്ള നിലയിലും ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടി അയോധ്യയിലെ BJPയുടെ തോൽവിയെ എങ്ങനെയാണ് ജനങ്ങളോട് വിശദീകരിക്കുന്നത് BJP പാർട്ടി? അയോധ്യയിൽ മാത്രമല്ലല്ലോ, എവിടെയും ഉണ്ടായ തോൽവി, നിരവധി തോൽവികൾ കൃത്യമായി മനസ്സിലാക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ അയോധ്യ ക്ഷേത്രം പണിത സ്ഥലം, ആ സ്ഥലം തന്നെ BJP തോറ്റു എന്ന് പറയുമ്പോൾ അയോധ്യ ക്ഷേത്രം പണിയണ്ടായിരുന്നു എന്നാണോ? അല്ലെങ്കിൽ അയോധ്യ ക്ഷേത്രം പണിത് തെറ്റായിപ്പോയി എന്നാണോ? രാമക്ഷേത്രം വേണ്ട എന്നാണോ ജനങ്ങൾ പറയുന്നത്? നിങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി എങ്ങനെയൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിച്ചോ അത് വേണ്ട എന്നുണ്ട്. ആ ഒരു മെസ്സേജാണ് അതിലുള്ളത്. അല്ല, ആ ഒരു മെസ്സേജാണ് അതിലുള്ളത് എന്നുള്ളത് വോട്ട് ചെയ്ത ആൾക്കാരോട് ഞങ്ങൾ നേരിട്ട് ചോദിക്കും. ഞങ്ങൾ ജനങ്ങളുമായിട്ട് പറയുന്നതിന് ബദലാണ്. അത് തന്നെയാണ് വോട്ട് എന്ന് പറയുന്നത്. അതിലെ ജയപരാജയങ്ങളാണ് ഒരു ജനതയുടെ നിലപാടുകളെയും മനോഭാവത്തെയും അളക്കുന്നത്, ബോധ്യപ്പെടുത്തുന്നത്. ജയസൂര്യൻ, ഇനി ഓരോരുത്തരോടും പോയി ചോദിക്കാൻ കഴിയുമോ?
ശരി. തീർച്ചയായിട്ടും കഴിയും. ഇവിടെ CPM അയ്യപ്പ വിഷയത്തിൽ അടികിട്ടി കഴിഞ്ഞ് വീടാന്തരം കയറി ചോദിച്ചില്ലേ, മാപ്പ് പറഞ്ഞില്ലേ? അപ്പോൾ അതൊക്കെ രാഷ്ട്രീയ രംഗത്ത് CPM മാത്രം ചെയ്യാൻ കഴിയും. എല്ലാ കാര്യങ്ങളും ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചെയ്യണം. അയോധ്യയിൽ ആ വിധിയിൽ ഒരു മെസ്സേജ് അടങ്ങിയിരിക്കുന്നു. BJPയോട് അടക്കം ആ ജനവിധി സംസാരിക്കുന്ന ചില മുന്നറിയിപ്പുകൾ ഉണ്ട് എന്നാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. താങ്കളത് ഭാഗികമായി ശരിവെച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രീ ഷാജി ജോസഫ്. തീർച്ചയായിട്ടും റൈറ്റ്. ശ്രീ ഷാജി ജോസഫ് അല്ലെന്നേ, ഭാഗികമായിട്ടല്ല, അത് പൂർണ്ണമായിട്ട് ശരിവെക്കുകയാണ്. കാരണം അതല്ലാതെ ഞങ്ങൾ ഉടനെ തെരഞ്ഞെടുപ്പ് യന്ത്രത്തെ കുറ്റം പറയോ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയോ ഒന്നും ചെയ്തില്ലല്ലോ. അല്ല, പറയേണ്ടതാണെ പറയുന്നതിൽ എന്താണ് തെറ്റ്? ആ പറഞ്ഞ പ്രതിപക്ഷത്തോടെ ആ പ്രതിപക്ഷത്തെയും ജനം സ്വീകരിച്ചിട്ടുണ്ട്. അവർക്ക് ഉത്തർപ്രദേശിലടക്കം കയറി വരാൻ കഴിഞ്ഞു, മഹാരാഷ്ട്രയിൽ കയറി വരാൻ കഴിഞ്ഞു. അവരെക്കുറിച്ച് ഈ രാജ്യത്തെ എക്സിറ്റ് പോളുകൾ പറഞ്ഞതെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് അവരുടെ ഒരു വലിയ മികവ് കാണാൻ കഴിഞ്ഞു. ജനങ്ങൾക്ക് അവരിൽ വിശ്വാസമുണ്ട്.